നമസ്കാരം. ഞങ്ങൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ട്രിവാൻഡ്രം ബ്രാഞ്ചിൻ്റെ പ്രതിനിധികളാണ്. രണ്ട് പ്രധാന കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഒന്ന്, കുഞ്ഞുങ്ങളുടെ സമഗ്ര ആരോഗ്യ വികസനത്തിനായി ഞങ്ങളുടെ സംഘടന ഒരു പുതിയ സംരംഭം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലോകത്തിൽ ആദ്യമായി തന്നെയാണ്. അതായത് ഹാഫ് ബർത്ത്ഡേ, അതായത് കുഞ്ഞൂണ് എന്ന് പറയുന്ന പരിപാടി. അതായത് ജനിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ മുലയൂട്ടലിൻ്റെ കാര്യമെല്ലാം നമ്മൾ നന്നായി അവരെ അമ്മമാരെ പുതിയ ന്യൂജൻ മദേഴ്സിനെ പഠിപ്പിച്ച് വിടും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ 1.5 മാസം 2.5 മാസം 3.5 മാസത്തിൽ അവരെ വാക്സിനേഷൻ സമയത്തും അതിനെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ അവർ ചോദിക്കാറുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു ലോങ് ഗ്യാപ്പാണ്, അതായത് പിന്നെ 9 മാസത്തിലേ നമ്മൾ അവരെ കാണാറുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പം നമ്മുടെ സർവേകൾ കാണിക്കുന്നത് ഈ 6 മന്ത്സിന് ശേഷം കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പോഷകാഹാരക്കുറവും മറ്റ് ഡെവലപ്മെൻറ്റൽ ഡിലേയും എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ ഒരു ഡിലേ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് 6 മന്ത്സ് ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞൂണ് അല്ലെങ്കിൽ ഹാഫ് ബർത്ത്ഡേ എന്നുള്ളൊരു പരിപാടി എല്ലാ ഹോസ്പിറ്റൽസിലും സംഘടിപ്പിക്കുക. അതുവഴി ആ സമയത്ത് അവർക്ക് അമ്മമാർക്ക് എന്ത് പോഷകാഹാരം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്ത് തരത്തിലുള്ള ഫുഡാണ് കൊടുക്കേണ്ടതെന്നുള്ളതും എത്ര തവണ കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അമ്മമാർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനായിട്ട് എല്ലാ ആശുപത്രികളിലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നത് ഈ വർഷത്തെ IAP കേരളയുടെ ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പദ്ധതിയാണ് സ്മാർട്ട് അങ്കണവാടി. അതും ഈ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുടെ വികസനത്തിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെങ്കിലോ പോഷകാഹാരക്കുറവ്, വളർച്ച എന്നിങ്ങനെയുള്ള രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ അങ്കണവാടിയിലേക്ക് ചെന്ന് അവർക്കുള്ള വേണ്ട ഉപദേശവും ചികിത്സ അംഗൻവാടി വർക്കേഴ്സിനും അമ്മമാർക്കും ഉപദേശവും അതിനുള്ള ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ള ഇതിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ചൈൽഡ് റൈറ്റ്സ് സമ്മിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ ജൂൺ 28-ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു കോൺഫറൻസും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ മറ്റ് ഡോക്ടേഴ്സ് പറയുന്നതാണ്. മാസത്തിലാണ് കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞത്. മീസിൽസ് വാക്സിനേഷൻ, MR വാക്സിനേഷൻ 9-ാം മാസത്തിലായതുകൊണ്ട് ആ ലോങ് ഗ്യാപ്പ് കഴിയുമ്പോൾ 6-ാം മാസത്തിൽ എന്ത് കൊടുക്കണമെന്ന് ഒരു വ്യക്തമായ ഒരു ധാരണ അമ്മമാർക്കില്ല. അവർ പലപ്പോഴും വാട്സാപ്പിലോ യൂട്യൂബിലോ ഒക്കെ കാണുന്നതനുസരിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമിത വണ്ണവും അല്ലെങ്കിൽ പോഷണക്കുറവ്, വളർച്ച ഇതൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഈ സമയത്താണ് കുഞ്ഞുങ്ങൾ അല്പാൽപമായി സംസാരിക്കാൻ തുടങ്ങുന്നതും നടന്നു തുടങ്ങുന്നതും സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് തന്നെ നമുക്ക് ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനെയുള്ളതൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും 6 മന്ത്സിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. അവിടെ ഹോസ്പിറ്റൽസ് ഞങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പല കൗണ്ടറുകൾ സെറ്റ് ചെയ്യും. ഒരു കൗണ്ടറിൽ അവരുടെ ഡയറ്റ് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ റെസിപ്പികൾ അമ്മമാരുണ്ടാക്കിയതും അവിടുത്തെ ഡയറ്റീഷ്യൻ ഉണ്ടാക്കിയതുമായിട്ടുള്ള റെസിപ്പികളെ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അത് ടേസ്റ്റ് ചെയ്യുന്നു, കുഞ്ഞിനെയും ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ ഒരു കൗണ്ടറിൽ നമ്മൾ അവരുടെ വളർച്ച, ഗ്രോത്ത് ടെസ്റ്റ് ചെയ്യും. ഒരു കൗണ്ടറിൽ അവരുടെ ഡെവലപ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യും. പിന്നെ വാക്സിനേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കും. പിന്നെ ഈ നമ്മുടെ സ്മാർട്ട് അംഗൻവാടി എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ജില്ലയിലും ഒരു മോഡൽ അംഗൻവാടി ഞങ്ങൾ ദത്തെടുക്കുകയാണ്. അതായത് ഇപ്പോഴേ WCD വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലാണ് അംഗൻവാടി വരുന്നത്. ഡോക്ടർമാർ അവിടെ പോകുന്നത് അവിടെ എന്തെങ്കിലും ക്യാമ്പ് ഉള്ളപ്പോൾ മാത്രമാണ് പോകുന്നത്. ഇതങ്ങനെയല്ല. ഞങ്ങളൊരു അംഗൻവാടി ഇവിടെ ഏറ്റവും അത്യാവശ്യമെന്ന് കണ്ടിട്ടുള്ള പൂന്തറയിലെ അംഗൻവാടിയാണ് ഞങ്ങൾ ദത്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും. ഡെവലപ്മെൻറ്റ്, ഓട്ടിസം, അതുപോലെ വിളർച്ച രോഗങ്ങൾ, ഏതെങ്കിലും ഹാർട്ട് ഡിസീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പത്രപ്രവർത്തകർക്കും സ്വാഗതം. പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചൈൽഡ് റൈറ്റ്സ് സബ്മിറ്റ് എന്നുള്ള ഈ പ്രോഗ്രാമാണ്. അതൊരു കോൺഫറൻസ് ആയിട്ടാണ് നടത്തുന്നത്. ജൂൺ 28-ാം തീയതി മെഡിക്കൽ കോളേജിൽ വെച്ച്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ പഴയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ തന്നെ വിവിധ ഡോക്ടേഴ്സ് മാത്രമല്ല പല പോലീസ് ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, ജഡ്ജസ്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സംയുക്തമായിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്.
ഇതിൻ്റെ പ്രധാനമായിട്ട് ഈ കോൺഫറൻസ് നടത്തുന്നത് ICANCL എന്നുള്ള ഒരു ഗ്രൂപ്പാണ്. ICANCL എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഒരു ചാപ്റ്ററാണ്. ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങൾ വേറെ ആരും പറയാനില്ല. അതുകൊണ്ട് ശിശുരോഗ വിദഗ്ധരുടെ സംഘടനയായ IAP തന്നെ ഏറ്റെടുത്ത് നടത്തിയ ഒരു ഭാഗമാണ് ഈ ICANCL എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ചൈൽഡ് അബ്യൂസ്, നെഗ്ലക്റ്റ്, ചൈൽഡ് ലേബർ, ഈ 3 ഹെഡിങ്ങുമാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ കോൺഫറൻസാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ വളരെ അടുത്തുള്ള സംഭവങ്ങൾ അറിയാം. നമ്മൾ പത്രവാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം ഒരു ന്യൂസെങ്കിലും കാണും പോക്സോയുമായിട്ട് ബന്ധപ്പെട്ടത്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് തന്നെ നമുക്ക് നെടുമങ്ങാടിൽ സംഭവിച്ച കാര്യമായ ചൈൽഡ് അബ്യൂസ്. അപ്പോൾ ഇതെല്ലാം സാധാരണഗതിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ, ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സിനും ഭയമാണ്. അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ചെയ്യണം, ഇതൊന്നും നമുക്കറിയില്ല, ഇങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ്. കാരണം മിക്കവാറും ഇതൊന്നും നമ്മുടെ നോർമൽ പഠന കരിക്കുലത്തിലുള്ളതല്ല. അപ്പോൾ അതിന് മാറ്റിയിട്ട് ഒരു നല്ലൊരു അവയർനെസ് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ കൊടുക്കുക. മാത്രമല്ല ഡോക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ വെൽക്കം ചെയ്യുന്നത്, സൈക്കോളജിസ്റ്റുകൾ, ആരൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ അവരെ എല്ലാം, അത് പീഡിയാട്രീഷ്യൻസിന് മാത്രമല്ല എല്ലാ ഡോക്ടേഴ്സിനും വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കോൺഫറൻസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. കൊച്ചുകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങൾ, അത് ഏത് ഹെഡിങ്ങിൽ പറഞ്ഞാലും. അപ്പം ഇതിന് നമ്മുടെ നാട്ടിൽ നമ്മുടെ വളരെ ഒരു വൈഡ് പബ്ലിസിറ്റി അത്യാവശ്യമാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് തന്നെ നടത്തുന്നത്. എന്തായാലും ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. എന്താണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രസിഡൻ്റാണ് മാഡം ഡോക്ടർ കെ ഇ എലിസബത്ത്. യൂണിസെഫിൻ്റെ കൺസൾട്ടൻ്റാണ്. മാത്രമല്ല മാഡം ഈ ന്യൂട്രീഷൻ്റെ അതോറിറ്റിയാണ് ഇന്ത്യയുടെ തന്നെ. പിന്നെ ഉള്ളത് ഡോക്ടർ റിയാസ്, മുൻ IAPയുടെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ IAP ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ പ്രസിഡൻ്റാണ്. ഡോക്ടർ ഡോക്ടർ ശ്രീജിത്ത് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ സെക്രട്ടറിയാണ്, തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ. ഞാൻ ഡോക്ടർ ബെന്നറ്റ് സൈലം, ICANCLൻ്റെ സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഞായറാഴ്ച രാവിലെ 9 മണിക്കാണ്, കൃത്യം 9 മണിക്ക് തന്നെ തുടങ്ങും. ഒരു 2 മണി കൊണ്ട് പ്രോഗ്രാം അവസാനിപ്പിക്കാനാണ് ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ തുടങ്ങാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ 6ാമത്തെ റിപ്പോർട്ട് വന്നപ്പോഴേക്ക് നമുക്ക് കേരളത്തിൽ ഈ മുലയൂട്ടൽ പൂർണ്ണമായി ലഭിക്കുന്ന കുട്ടികൾ, അതായത് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം ലഭിക്കുന്ന കുട്ടികൾ, പ്രസവിച്ച ഉടൻ മുലപ്പാൽ ലഭിക്കുന്ന കുട്ടികൾ, അതിൻ്റെയൊക്കെ എണ്ണത്തിൽ നല്ല വർധന ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 80% മുകളിൽ കുട്ടികൾക്ക് നമുക്കിപ്പോൾ മുലയൂട്ടൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷമുള്ള ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 25% കുട്ടികൾക്ക് മാത്രമേ ആവശ്യത്തിനുള്ള പൂരക ആഹാരങ്ങൾ ലഭിക്കുന്നുള്ളൂ. അതായത് മുലയൂട്ടലിൽ നിന്ന് മാറി കട്ടിയാഹാരം കൊടുത്ത് തുടങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം കേരളത്തിലെ 20% കുട്ടികൾക്ക് സ്റ്റണ്ടിങ് അല്ലെങ്കിൽ വളർച്ചാ മുരടിപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്, പക്ഷേ കേരളത്തിൽ അത്രയും വരേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹാഫ് ബർത്ത്ഡേ, അതായത് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും 6ാം മാസത്തിൽ കുട്ടികളുടെ ഡോക്ടറെ അടുത്ത് കുട്ടിക്ക് ഒരു വിസിറ്റ് ഉണ്ടാകണം, ഒരു സന്ദർശനം ഉണ്ടാകണമെന്നും ആ സമയത്ത് നമുക്ക് ഭക്ഷണം, അതുപോലെ തന്നെ വളർച്ച, മറ്റ് നമ്മുടെ ബ്രെയിനിൻ്റെ വികസന പടവുകൾ ഒക്കെ നോക്കാനുള്ളൊരു അവസരമായിട്ട് അതിനെ ഉപയോഗിക്കാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചോളൂ. ഈ 28-ാം തീയതി നടക്കുന്ന ചൈൽഡ് സമ്മിറ്റ് കോൺഫറൻസിലേക്ക് ഇതിനകം തന്നെ 150ഓളം പീഡിയാട്രീഷ്യന്മാരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചടങ്ങിലേക്ക് അന്നത്തെ ദിവസത്തേക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആണ് ഓൾഡ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത്. തന്നിരിക്കുന്ന പ്രസ് റിപ്പോർട്ടിനകത്ത് ഡോക്ടർ ശ്രീജിത്തിൻ്റെയും ഡോക്ടർ ഗോപിയുടെയും മൊബൈൽ നമ്പറുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ട് അവിടെ വരുന്നതിൻ്റെ കാര്യത്തിലൊക്കെ വിളിക്കാം.